ഇനിയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ എങ്ങനെ വിശദമായി നോക്കാം. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം നമ്മൾ എത്ര കണ്ട് ജാഗ്രത പാലിക്കണം? നാളത്തെ അവസ്ഥ എന്തായിരിക്കും? എന്തെങ്കിലും ആ തരത്തിലുള്ള മുന്നറിയിപ്പുകളുണ്ടോ? കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നൽകിയ മുന്നറിയിപ്പ് ശരിവെക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം മുതൽ അതിശക്തമായ മഴ സംസ്ഥാനത്ത് വ്യാപകമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 8 ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയും അതോടൊപ്പം മധ്യ കേരളത്തിൽ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലും റെഡ് അലേർട്ട് നിലനിൽക്കുകയാണ്. തിരുവനന്തപുരത്തടക്കം യെല്ലോ അലേർട്ടാണുള്ളത്. പക്ഷേ റെഡ് അലേർട്ടിന് സമാനമായ മഴ മറ്റ് ജില്ലകളിലും ലഭിക്കാനാണ് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചന. മറ്റ് ജില്ലകളിൽ, അതായത് പ്രത്യേകിച്ച് ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ അതിതീവ്രമായ മഴ ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴയാണ്. അതിപ്പോഴും ശക്തമായി തന്നെ പല മേഖലകളിലും അങ്ങനെ തന്നെ തുടരുകയാണ്. നമുക്കറിയാം, റാന്നി, പത്തനംതിട്ടയിലെ റാന്നി, കോട്ടയത്ത് പാല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പല മേഖലകളും വെള്ളത്തിനടിയിലാണ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയാണ് പെയ്യുകയും അത് ഈ ഉരുൾപൊട്ടലിന് സമാനമായ തരത്തിലേക്ക് സാഹചര്യങ്ങൾ എത്തിക്കുകയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലകളിൽ, പ്രത്യേകിച്ച് തീക്കോയി, ഈരാറ്റുപേട്ട മേഖലകളിലൊക്കെ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ കർശനമായ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ കോട്ടയത്തടക്കം തുറന്നിട്ടുമുണ്ട്. എന്തായാലും മധ്യ കേരളത്തിലാണ് ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന മഴയിൽ, അതിതീവ്രമായ മഴയിൽ കെടുതികൾ രൂക്ഷമായിരിക്കുന്നത്. തെക്കൻ കേരളത്തിൽ നിലവിൽ തിരുവനന്തപുരത്ത് സ്ഥിതിഗതികൾ ശാന്തമാണ് എങ്കിലും ഒരുപക്ഷെ വരുന്ന മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്കാണ് നിലവിൽ സാധ്യതയുള്ളത്. അതാണ് സാഹചര്യം. എന്തായാലും സംസ്ഥാനത്ത് കൂടുതൽ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. പാലക്കാട് ശക്തമായ മഴയിൽ പുതുപ്പള്ളി തെരുവ് പത്തക്കുടി ഭാഗത്ത് ഷാഹുൽ ഹമീദിന്റെ വീട് തകർന്നു. വില്ലേജിലേക്കോ? മണ്ണാർക്കാട് അലനല്ലൂർ കണ്ണംകുണ്ട് പാലത്തിൽ വെള്ളം കയറി. മണ്ണാർക്കാട് അലനല്ലൂർ പാലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ അതിശക്തമായ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. പാലത്തിലൂടെ വെള്ളം കര കവിഞ്ഞൊഴുകുകയാണ് എന്നതാണ് സാഹചര്യം. ദൃശ്യങ്ങളിൽ കാണാം, അതിശക്തമായ വെള്ളക്കെട്ടാണ് അവിടെ അനുഭവപ്പെടുന്നത്. പലയിടങ്ങളിലും ആളുകൾ ഒറ്റപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മണ്ണാർക്കാട് അരക്കുറിശ്ശിയിൽ റോഡ് നിറഞ്ഞ് കവിഞ്ഞത് യാത്ര തടസ്സപ്പെട്ടു. നിരവധി ജനങ്ങൾ ഇതോടെ ഒറ്റപ്പെട്ട് കഴിയുന്നു എന്നതാണ് അവിടുത്തെ സാഹചര്യം. റോഡ് നിറഞ്ഞ് പലപ്പോഴും പാലക്കാട് ജില്ലയുടെ സാഹചര്യങ്ങളാണ്. അവിടുത്തെ പ്രാദേശിക മേഖലകളിലൊക്കെ ഈ സമാനമായ അവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. പലയിടങ്ങളും ഒറ്റപ്പെട്ട അവസ്ഥ എന്നതാണ്. സംസ്ഥാനത്ത് വ്യാപകമായ വലിയ മഴയാണ് അനുഭവപ്പെടുന്നത്. അതിന്റെ പ്രതിഫലനം പാലക്കാട് ജില്ലയിലും ഉണ്ടാകും. ഈ റോട്ടിൽ ഇപ്പോൾ